ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കുറേ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിപ്പാണല്ലോ, പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്നാണ് ആലോചിച്ചത്, എന്തുകൊണ്ട് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കൂടെ, എന്തുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ട് പ്രോഗ്രസീവ് ആയിക്കൂടെ എന്ന്. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് കണ്ടന്റുകളൊക്കെ റിവ്യൂ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ റിസർച്ചൊക്കെ ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ചു. അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരുടെ സപ്പോർട്ട് വേണം, ഷെയർ വേണം, സബ്സ്ക്രൈബ് വേണം, ലൈക്ക് വേണം. അടിച്ച് പൊളിക്കാൻ അങ്ങോട്ട് ബെല്ലൈക്കനൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി ഇട്ടോ, നമുക്ക് ആവശ്യം വരുന്നത് പിന്നീട്. അപ്പോൾ ശരി, ഡയറക്റ്റ്ലി വീഡിയോയിൽ കിടക്കാം. ഓക്കെ. നറൂട്ടോ നറൂട്ടോ എന്ന് പറയുമ്പോൾ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ആനിമെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആനിമെ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടാവുമെന്നോ കത്തുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഫസ്റ്റ് ഞാൻ ഒരു ആനിമെ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു ആനിമേനെ കുറ്റം പറഞ്ഞു നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആനിമെ കണ്ടു. ഇത് ഡീമൺ സ്ലെയർ ആണ് ഫസ്റ്റ് കണ്ടത്. അത് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഡീമൺ സ്ലെയർ കണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇപ്പം ഞാനൊരു ആനിമൽ ലവറാണ്, അഡിക്റ്റാണ്. ആനിമെ കുറേ അങ്ങോട്ട് കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഉണ്ട്, അതാണ് നറൂട്ടോ. നറൂട്ടോ എന്ന് പറയുന്ന ഒരു ആനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിഞ്ച വേൾഡിൽ നടക്കുന്ന ഒരു ആനിമയാണ്. അതൊരു എൻ്റെ നിഞ്ച വേൾഡാണ് അതിലുള്ളത്. അപ്പോൾ ഈ നിഞ്ച വേൾഡിൽ ഫസ്റ്റ് പണ്ട് കാലത്ത് കുറാമ എന്ന് പറഞ്ഞൊരു മോൺസ്റ്റർ ഉണ്ട്, നയൻ ടൈൽസ് എന്ന് പറയും. അപ്പോൾ ഇവനെ ഈ നറൂട്ടോയുടെ ഉള്ളിലാണ് സീൽ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഈ നാട്ടുകാർക്ക് ഇത് അറിയണതിൻ്റെ വലിയ നാട്ടുകാരൊക്കെ ഇവനെ അകറ്റി ഒറ്റപ്പെടുത്തി ഇവനെ മൈൻഡാക്കൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഈ നാട്ടിലത്തെ ഹൊക്കാഗയ്ക്കും പിന്നെ ചരിത്രം അറിയുന്നവർക്കൊക്കെ അവനെ മാറ്റിയെടുത്താനും പറ്റില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവനെ ഉഴപ്പി അടക്കും ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പലതരം പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചൊക്കെ നടക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഇവൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഹൊക്കാഗെ ആവണമെന്നാണ്. ഹൊക്കാഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലത്തെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അങ്ങനെ പറയും, ആ ഒരു ലെവലിലാവണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഇവൻ കഷ്ടപ്പെട്ട് ഇവൻ്റെ ലൈഫാണ് കാണിക്കുക. പക്ഷേ ഇവൻ്റെ ലൈഫ് കാണിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മാത്രമല്ല, അതിലെ ഓരോ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലൻസ് ആണെങ്കിലും ഹീറോസ് ആണെങ്കിലും പക്കാ പൊടി, ഒരു രക്ഷയില്ല മോനെ. ഓരോ ക്യാരക്ടേഴ്സിനും ഡെവലപ്പ്. അതിലിപ്പം നറൂട്ടോ ഉണ്ട്, നറൂട്ടോയുടെ ഫ്രണ്ട് സാസ്കെ ഉണ്ട്, സാസ്കേനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരിയായിട്ട് സാക്കുറ, പിന്നെ ഇനാറ്റെ, കാക്കാഷിൻ്റെ മോനെ വെറും വെരിപ്പൊളി. കാക്കാശി ഇതാ കോപ്പി ജിഞ്ച, അങ്ങനെ പറയാം. ഒരു കണ്ണിൽ മറ്റേ ഇതാണ് ഷരിങ്കാനും ഒരു കണ്ണ് സാധാ കണ്ണും. പുള്ളി വെറും ഒരു പുള്ളി, ഒന്നും പറയാനില്ല. ആളുടെ ക്യാരക്ടറും പിന്നെ ഗായ്സൻസ് ലീ, റോക്ലി, ഇവരുടെയൊക്കെ പവറില്ല. ഗായ്സൻസ് ഒക്കെ ലാസ്റ്റ് ഞെട്ടിക്കും. ഇവരുടെ വേൾഡ് വാർ ഉണ്ട്, എന്താണ് വേൾഡ് വാർ 4. സീന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വേറെ ലെവലാ. അതിലാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. ചില സീനുകളൊക്കെ നമുക്ക് രോമാഞ്ചം വരും. ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതുവരെ കാണാത്തവരാണെങ്കിൽ നേരെ കണ്ടോ. അതായത് ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഫ്രീ ആയിട്ട് കാണാൻ പറ്റണേ, ആനി വാച്ച്. ഞാൻ അതിലാണ് കാണാറ്. പിന്നെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലഗ്രാമിലുണ്ട്, അതിൻ്റെ ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ബൈ. അപ്പോൾ സബ്സ്ക്രൈബ്, ഫോളോ, ഷെയർ, ലൈക്ക്, കമൻറ്റ്.